അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൾ, കാരണം പ്രിൻസിപ്പളിൽ നിന്ന് ട്രാൻസ്ഫറായി. വൈസ് പ്രിൻസിപ്പൾ, സൂപ്പറുണ്ട്, അതുപോലെ തന്നെ ഓർത്തോവിൻ്റെയും സർജിക്കൽ വിഭാഗത്തിൻ്റെ HOD ഇവരടങ്ങിയ കമ്മിറ്റിയോട് 48 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അങ്ങനെ പുഴുവരിച്ചുവെങ്കിൽ അതെങ്ങനെ ICUവിൽ വന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് അന്വേഷിച്ച് 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ നാളെ വൈകിട്ട് 7 മണിക്ക് അകം റിപ്പോർട്ട് തരണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് നടപടി മറ്റന്നാൾ തന്നെ അതിനെ തുടർന്നുള്ള നടപടി ഉണ്ടാവും. അത് അന്വേഷിക്കും. അതോടൊപ്പം തന്നെ ഇവരോട് മോശമായി പെരുമാറിയ സ്റ്റാഫിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കും. അക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പക്ഷേ ഒരു വിഷയം ഇവിടെയുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അവർ റിട്ടേണായിട്ടോ ഓറലായിട്ടോ ആരോടും പരാതി പറഞ്ഞില്ല. രാത്രി 11 മണിക്കാണ് ഞാനൊരു ചാനൽ ഈ വാർത്ത കാണുന്നത്. അതിൽ പറയുന്ന ആ സിസ്റ്റത്തിനെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ആ വ്യക്തിയുടെ, ആ പേഷ്യൻറ്റിൻ്റെ മകളുടെ ഒരു വാർത്ത ഞാൻ കണ്ടത്. തൂപ്പുകാരി മുതൽ ഉള്ളവർ കൈക്കൂലി വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുണ്ടെങ്കിൽ അന്വേഷണത്തിൽ അവരതൊക്കെ പറയട്ടെ, ആരൊക്കെയാണ് അവരോട് കൈക്കൂലി ചോദിച്ച്. പക്ഷെ അവിടുത്തെ തൂപ്പ് ജോലിക്കാരെയൊക്കെ വിവാദത്തിലേക്ക് ദയവായിട്ട് വലിച്ചഴക്കരുത്. നന്നായി ജോലി ചെയ്യുന്ന സ്റ്റാഫ് ഇപ്പോൾ അവിടെയുണ്ട്. മിനിഞ്ഞാന്ന് തന്നെ ടൺ കണക്കിന് മാലിന്യങ്ങളാണ് അവർ അവിടെ നിന്ന് നീക്കം ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെയുള്ളവരെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചഴക്കുന്നറിയില്ല. ഏതായാലും ഈ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും പരാതിക്കാർക്ക് പറയാം. മുഖം നോക്കാതെ നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ഇതുപോലത്തെ സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ സമ്മതിക്കില്ല. കാരണം ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണല്ലോ. അതൊന്ന് മാറ്റി എഴുതാനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇത് ചികിത്സാ പിഴവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ വരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. ഒരു ദാക്ഷിണ്യ കാര്യത്തിൽ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ചാനലിൽ മാത്രമാണ് ഇത് കണ്ടത് രാത്രി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർഡർ ഇട്ടത്. ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെയും സൂപ്പറിൻ്റെയും വൈസ് പ്രിൻസിപ്പാളിനെയും ചുമതലപ്പെടുത്തിയത്. പക്ഷേ ഈ തൂപ്പുകാരികളൊക്കെ പാവങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടിയിരുന്നില്ല. തകരാറുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ ശക്തമായിട്ടുള്ള നടപടി സർക്കാർ എടുക്കും.